ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി നെയ്പ്പത്തലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ റെസിപ്പിയല്ല, എൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. എന്നാൽ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി എടുത്തത് പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ പുട്ടുപൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തത് അജ്മീൻ്റെ പുട്ടുപൊടിയാണ്. അപ്പോൾ ഈ ഒരു കപ്പിലേക്ക് 2 കപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചെയ്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിക്കെടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഒരു കപ്പോളം തേങ്ങയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, ഒരു മീഡിയം സൈസുള്ള ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ 5-10 മിനിറ്റ് ആയിട്ടോ. അപ്പോൾ നമ്മളുടെ പൊടിയൊക്കെ വെള്ളത്തിൽ നല്ല സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മാവൊന്ന് ടൈറ്റായി വരാൻ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഒന്ന് ചേർത്തിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. അപ്പോൾ കുറച്ച് ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് ടൈറ്റ് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് കയ്യിൽ തെളിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത തേങ്ങയും ഉള്ളിയും ജീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. നമുക്ക് രാവിലെ തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ വാഴൻ്റെ ഇലയിലോ ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ ഇതേപോലെ തന്നെ ഓരോ ബോൾസായി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൽ പരത്തിയിട്ട് ഇതേപോലെ തന്നെ കയ്യിൻ്റെ നമ്മുടെ നടുവ് ഭാഗത്തും കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറയണേക്കാൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി വാഴൻ്റെ ഇല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഉണ്ടാവില്ലേ, അതിൻ്റെ മേലെ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ആ പരത്തിയത് ഇതേപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ തീ ഒന്ന് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇട്ട ഒരു പാടത്ത് തന്നെ അത് നല്ലോണം ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഈ പൊങ്ങി വരുന്ന സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഈ നെയ്പ്പത്തലൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ നെയ്പ്പത്തൽ ഒരുപാട് എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം മുട്ടക്കറിയും അതുപോലെ ചിക്കൻ കറിയും ബീഫും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം.